വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ക്രൈസ്തവ മതവും യഹൂദ മതവും തമ്മിലുള്ള പ്രധാനപ്പെട്ട 10 വ്യത്യാസങ്ങൾ, ഡിഫറൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 1, ലോകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്തുമതവും 12ാമത്തെ വലിയ മതവുമാണ് യഹൂദ മതം. യഥാക്രമം ഏകദേശം 2.5 ബില്യൺ അനുയായികളും 14 ദശലക്ഷം അനുയായികളുമുണ്ട് ഇവർക്ക്. രണ്ടും മിഡിൽ ഈസ്റ്റിൽ ഉത്ഭവിച്ച ഏകദൈവ അബ്രാഹമിക് മതങ്ങളാണ്. നമ്പർ 2, രണ്ടാം ക്ഷേത്ര ജൂതമതത്തിനുള്ളിലെ ഒരു പ്രസ്ഥാനമായിട്ടാണ് ക്രിസ്തുമതം ആരംഭിച്ചത്. ക്രിസ്ത്യൻ യുഗത്തിന്റെ ആദ്യ ഏതാനും നൂറ്റാണ്ടുകളിൽ 2 മതങ്ങളും ക്രമേണ വ്യതിചലിച്ചു. ഇന്ന് 2 മതങ്ങൾക്കും വിഭാഗീയ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ പ്രധാന വ്യത്യാസം ക്രിസ്തുമതം എബ്രായ ബൈബിളിൽ പ്രവചിക്കപ്പെട്ട മിശിഹായായി യേശുവിനെ അംഗീകരിക്കുന്നു എന്നതാണ്. അതേസമയം മിശിഹ ഇതുവരെ വന്നിട്ടില്ലെന്നും രണ്ടാം ക്ഷേത്ര കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ പ്രവചനയുഗം അവസാനിച്ചുവെന്നും യഹൂദമതം വാദിക്കുന്നു. നമ്പർ 3, മറ്റൊരു അടിസ്ഥാന വ്യത്യാസം 2 മതങ്ങളുടെയും ദൈവസങ്കല്പങ്ങളാണ്. മിക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഒരു ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിലെ അംഗങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. യേശുവിൽ പുത്രന്റെ അവതാര സിദ്ധാന്തത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇതിന് വിപരീതമായി യഹൂദമതം ദൈവത്തിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുകയും ഊന്നിപ്പറയുകയും ചെയ്യുന്നു. മനുഷ്യരൂപത്തിലുള്ള ക്രിസ്തീയ സങ്കല്പത്തെ നിരസിക്കുന്നു. നമ്പർ 4, ക്രിസ്തുമതം എബ്രായ ബൈബിളിന്റെ അതിന്റെ തിരുവെഴുത്ത് നിയമത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നു. അതേസമയം യഹൂദമതം ക്രിസ്ത്യൻ പുതിയ നിയമത്തെ തിരുവെഴുത്തായി അംഗീകരിക്കുന്നില്ല. തിരുവെഴുത്തല്ലെങ്കിലും ഇപ്പോഴും സാധാരണ ജൂതമതത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന താൽമുദും യഹൂദമതത്തെ വളരെയധികം പഠിപ്പിക്കുന്നു. നമ്പർ 5, ക്രിസ്ത്യാനികൾ യേശുവിനെ കുറിച്ചുള്ള പുസ്തകങ്ങളെ പുതിയ നിയമം എന്നും എബ്രായ ബൈബിളിന്റെ ഖനോനിനെ പഴയ നിയമം എന്നും വിളിക്കുന്നു. യഹൂദമതം അതിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പഴയ നാമം പഴയ നിയമം എന്ന് വിളിക്കുന്നത് അംഗീകരിക്കുന്നില്ല. ചില ജൂതന്മാർ പുതിയ നിയമത്തെ ക്രിസ്ത്യൻ നിയമം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബൈബിൾ എന്നും വിളിക്കുന്നു. നമ്പർ 6, പരമ്പരാഗതമായി യഹൂദമതം ക്രിസ്തുമതവും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിൽ വിശ്വസിക്കുന്നു. ജൂതന്മാർക്ക് തനാവിന്റെ ദൈവവും ക്രിസ്ത്യാനികൾക്ക് പഴയ നിയമത്തിലെ ദൈവവുമാണ്. നമ്പർ 7, ദൈവത്തിന് അതിരുകടന്നതും അന്തർലീനവുമായ ഗുണങ്ങളുണ്ടെന്ന് 2 മതങ്ങളും സമ്മതിക്കുന്നു. ദൈവം ഒരു ത്രിത്വമായി നിലനിൽക്കുന്നുണ്ടെന്ന് ക്രിസ്തുമതം വാദിക്കുന്നു. ഇതിന് വിപരീതമായി ദൈവം വിട്ടുവീഴ്ചയില്ലാത്തതും ഏകവുമായ ഒരു അസ്തിത്വമാണെന്ന് യഹൂദമതം പഠിപ്പിക്കുന്നു. നമ്പർ 8, എബ്രായ ബൈബിളിൽ വധശിക്ഷയെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ ഉണ്ടെങ്കിലും ഒരു ജൂത കോടതിക്ക് വധശിക്ഷ വിധിക്കുന്നത് അസാധ്യമാക്കാൻ ജൂത പണ്ഡിതന്മാർ തങ്ങളുടെ അധികാരം ഉപയോഗിച്ചു. ക്രിസ്തുമതം സാധാരണയായി മതവിരുദ്ധത, ദൈവിക വീക്ഷണത്തെക്കുറിച്ചുള്ള യാഥാസ്ഥിതിക വീക്ഷണത്തിന്റെ നിഷേധം, മന്ത്രവാദം അല്ലെങ്കിൽ സമാനമായ അക്രൈസ്തവ ആചാരങ്ങൾ എന്നിവയ്ക്ക് വധശിക്ഷ നൽകുന്നു. നമ്പർ 9, ക്രിസ്ത്യൻ വീക്ഷണം അനുസരിച്ച് ഓരോ മനുഷ്യനും പാപിയാണ്. സ്വന്തം പ്രവർത്തികളുടെ യോഗ്യതയാൽ മാത്രമല്ല ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുന്നത് നരകത്തിലേക്കുള്ള ശിക്ഷയ്ക്ക് മാപ്പ് നൽകുന്നു. യഹൂദമതം മനുഷ്യരെ സ്വത്തസിദ്ധമായി പോരായ്മയുള്ളവരോ പാപികളോ ആയി കാണുന്നില്ല, മറിച്ച് നീതിമാന്മാരായിരിക്കാനുള്ള സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ളവരായി കാണുന്നു. നമ്പർ 10, ക്രിസ്തുമതവും യഹൂദമതവും ഏതെങ്കിലും തരത്തിലുള്ള ന്യായവിധിയിൽ വിശ്വസിക്കുന്നു. മിക്ക ക്രിസ്ത്യാനികളും യേശുവിന്റെ ഭാവിയിലെ 2ാം വരവിൽ വിശ്വസിക്കുന്നു. അതിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും അവസാന വിധിയും ഉൾപ്പെടുന്നു. യഹൂദ ആരാധനക്രമത്തിൽ ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു ജീവിത പുസ്തകത്തെക്കുറിച്ച് ഒരു പ്രധാന പ്രാർത്ഥനയുണ്ട്. മരണശേഷം പോലും ദൈവം ഓരോ വ്യക്തിയെയും ഓരോ വർഷവും വിധിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.